പ്ലസ് ടു ഫിസിക്സ് ചാപ്റ്റർ 7 ആൾട്ടർനേറ്റിംഗ് കറന്റ് എന്ന ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്, LCR സർക്യൂട്ട്. ഇവിടെ ഒരു ഇൻഡക്ടർ, കപ്പാസിറ്റർ, റെസിസ്റ്റർ എന്നിവ സീരീസ് ആയി കണക്ട് ചെയ്തിരിക്കുന്നു. ഇതിലേക്ക് ഒരു ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് അപ്ലൈ ചെയ്യും. അപ്പോൾ LCR ഇൻഡക്ടർ, കപ്പാസിറ്റർ, റെസിസ്റ്റർ ഇവ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അവിടെ ഒരു ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് നമ്മൾ കണക്ട് ചെയ്യുന്നു. അപ്പോൾ സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആണ് I എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഇവിടെ സീരീസ് കോമ്പിനേഷനിലായതിനാൽ 3 കമ്പോണൻസിലൂടെ, അതായത് LCR ഇൻഡക്ടർ, കപ്പാസിറ്റർ, റെസിസ്റ്റർ എന്നീ 3 കമ്പോണൻസിലൂടെയും കടന്നു പോകുന്ന കറണ്ട് സെയിം ആയിരിക്കും. അപ്പം ഇവ മൂന്നും എങ്ങനെയാണ്? സീരീസ് കോമ്പിനേഷനിലായതിനാൽ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ LC ആൻഡ് R ആർ സെയിം. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു റെസിസ്റ്റർ മാത്രമുള്ള സർക്യൂട്ടിൽ കറണ്ടും റെസിസ്റ്ററും എങ്ങനെയായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്? സെയിം ഫേസിലായിരിക്കും. ദ വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റർ ഇസ് VR. നമ്മൾ EMFന്റെ കേസാണ് പറഞ്ഞിരിക്കുന്നത്. EMFും കറണ്ടും വോൾട്ടേജുമാണ്. അതായത് വോൾട്ടേജും EMFും സെയിം ആയിട്ടാണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ EMFും അതുപോലെ തന്നെ കറണ്ടും സെയിം ആണ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജും കറണ്ടും എങ്ങനെയായിരിക്കും? സെയിം ഫേസിലായിരിക്കും എന്നാണ് പറയുന്നത്. വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റർ VR, ഇറ്റ് ഈസ് ഇൻ സെയിം ഫേസ് വിത്ത് ദ കറണ്ട്. ഇനി ഒരു ഇൻഡക്ടറിന്റെ കേസിലാണെങ്കിൽ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ ഇൻഡക്ടർ ഈസ് VL ആയിട്ട് നമ്മൾ എടുക്കുന്നു. അങ്ങനെയെങ്കിൽ വിച്ച് ലീഡ്സ് ദ കറണ്ട് ബൈ π/2. 90 ഡിഗ്രിയിൽ കറണ്ടിനെ എന്ത് ചെയ്യും? ഇവിടെ EMF ലീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വോൾട്ടേജ് ലീഡ് ചെയ്യുന്നു. ഇനി പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ കപ്പാസിറ്റർ ഈസ് VC. കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് നമ്മൾ VC എന്ന് എടുത്തു കഴിഞ്ഞാൽ വിച്ച് ലാഗ്സ് ദ കറണ്ട് ബൈ π/2. 90 ഡിഗ്രിയിൽ കറണ്ടിനെ എന്ത് ചെയ്യുന്നു? ലാഗ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിനെ നമുക്കൊരു വെക്ടർ ഡയഗ്രവും ഫേസർ ഡയഗ്രവും വരച്ച് നമുക്ക് നോക്കാം. വെക്ടർ ഡയഗ്രവും ഫേസർ ഡയഗ്രവും നമുക്ക് ഒന്ന് വരച്ച് നോക്കാം. ഇവിടെ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് VR ആണെന്ന് നമ്മൾ പറഞ്ഞു. റെസിസ്റ്ററും കറണ്ടും സെയിം ഫേസിലാണ്. അതുപോലെ തന്നെ മൂന്നുകളെയും ഫ്ലോ ചെയ്യുന്ന കറണ്ട് സെയിം ആണ്. അപ്പോൾ നമുക്ക് കറണ്ടിനെ നമുക്ക് ജനറൽ ആയിട്ട് നമ്മളിങ്ങനെ കറണ്ടിനെ നമ്മൾ എക്സ് ആക്സിൽ നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു. ഇനി റെസിസ്റ്ററിന്റെ കേസിൽ വോൾട്ടേജും കറണ്ടും സെയിം ഫേസിലാണ്. അതുകൊണ്ട് ഇവ രണ്ടും ഒരേ ലൈനിൽ തന്നെ ആയിരിക്കും. കറണ്ടും റെസിസ്റ്ററും സെയിം ഫേസിലാണ്. അപ്പോൾ ഇതാണ് VR എന്ന് പറയുന്ന വെക്ടർ. വെക്ടർ ഡയഗ്രമാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. VR എന്ന് പറയുന്ന വെക്ടറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇൻഡക്ടറിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് VL ആണ്. ഇത് കറണ്ടിനെക്കാളും π/2 ഫേസ് ആംഗിളിൽ ലീഡ് ചെയ്യുകയാണെന്നാണ് പറയുന്നത്. അപ്പം ഇതാണ് ഇൻഡക്ടറിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് VL എന്ന് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നു. ഇത് കറണ്ടിനെക്കാളും 90 ഡിഗ്രി ലീഡ് ചെയ്യുന്നു. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കറണ്ട് എക്സ് ആക്സിലാണ്. അപ്പോൾ എങ്ങനെ തോന്നുന്നു? പോസിറ്റീവ് Y ആക്സിസ് ലീഡ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇവയ്ക്കിടയിലുള്ള ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി. 90 ഡിഗ്രി ലീഡ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. കറണ്ടിനെക്കാളും 90 ഡിഗ്രിയിൽ VL, അതായത് വോൾട്ടേജ് അക്രോസ് ദ ഇൻഡക്ടർ ലീഡ് ചെയ്യും. ഇനി കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് VC ആണെന്ന് നമ്മൾ പറഞ്ഞു. VC എങ്ങനെയായിരിക്കും? കറണ്ടിനെക്കാളും π/2 ലാഗ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കറണ്ടിന്റെ പിന്നിലാണ്. അതായത് കറണ്ട് ഇതാണെങ്കിൽ 90 ഡിഗ്രിയിൽ ഇത് എന്ത് ചെയ്യുന്നു? ലാഗ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ തന്നിരിക്കുന്ന വെക്ടർ ഡയഗ്രവും ഫേസർ ഡയഗ്രവും നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ പറഞ്ഞതാണ് VR എന്ന് പറയുന്നു. എന്താണ്? റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ്. അത് കറണ്ടുമായിട്ട് സെയിം ഫേസിലാണ്. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ഒരു വെക്ടർ VR എന്ന് പറയുന്ന ഒരു വെക്ടർ കിട്ടിയിട്ടുണ്ട്. ദെൻ ഇവിടെ VL എന്ന് പറയുന്ന ഒരു വെക്ടർ, വോൾട്ടേജ് അക്രോസ് ദ ഇൻഡക്ടർ, അതുപോലെ VC വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്ററും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ വെക്ടർ ഡയഗ്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ 2 വെക്ടേഴ്സ് ഉണ്ട്. VL എന്ന് പറയുന്ന ഒരു വെക്ടറും VC എന്ന് പറയുന്ന ഒരു വെക്ടറും ഉണ്ട്. VL എന്ന് പറയുന്ന വെക്ടറും VC എന്ന് പറയുന്ന വെക്ടറും ഇത് രണ്ടും ഓപ്പോസിറ്റ് വെക്ടേഴ്സ് ആണ്. അവയുടെ റിസൾട്ടന്റ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഓപ്പോസിറ്റ് വെക്ടേഴ്സ് ആയതിനാൽ ഇവയുടെ റിസൾട്ടന്റ് നമുക്ക് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? വലിയ വെക്ടറിന്റെ ഡയറക്ഷനിലായിരിക്കും. ഇവിടെ VL എന്ന് പറയുന്നതാണ് വലിയ വെക്ടർ. VL ഈസ് ഗ്രേറ്റർ ദാൻ VC. VL VC-യെക്കാളും ഗ്രേറ്റർ ആയിരിക്കുന്ന ഒരു അസംഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ വലിയ വെക്ടർ എന്ന് പറയുന്നത് VL ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് വെക്ടർ ആണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്? വലിയ വെക്ടറിന്റെ ഡയറക്ഷൻ എടുക്കും. അവയ്ക്കിടയിലുള്ള ഡിഫറൻസ് എത്രയാണ്? അവയുടെ മാഗ്നിറ്റ്യൂഡുകളുടെ ഡിഫറൻസ്. മാഗ്നിറ്റ്യൂഡ് VL മൈനസ് VC ആണ്. ഡിഫറൻസ് ഇൻ മാഗ്നിറ്റ്യൂഡ് VL മൈനസ് VC ആണ്. അപ്പോൾ വലിയ വെക്ടറിന്റെ ഡയറക്ഷനിലുള്ള ഒരു VL മൈനസ് VC എന്ന് പറയുന്ന ഒരു വെക്ടർ നമുക്ക് കിട്ടും. ഇതാണ് VL മൈനസ് VC എന്ന് പറയുന്നത്. 0-ൽ നിന്ന് ഇവിടെ വരെ D എന്ന് പറയുന്ന പോയിന്റ് വരെയുള്ള വെക്ടറാണ് VL മൈനസ് VC എന്ന് പറയുന്നത്.
ഇനി നമുക്ക് രണ്ട് വെക്ടേഴ്സ് ആണുള്ളത്. വി ആർ എന്ന് പറയുന്ന ഒരു വെക്ടറും വി എൽ മൈനസ് വി സി എന്ന് പറയുന്ന മറ്റൊരു വെക്ടറും. അപ്പം ഇവിടെ വി ആർ എന്ന് പറയുന്ന ഒരു വെക്ടർ ഉണ്ട്, വി എൽ മൈനസ് വി സി എന്ന് പറയുന്ന മറ്റൊരു വെക്ടർ ഉണ്ട്. ഇവയ്ക്കിടയിലുള്ള ആംഗിള് 90 ഡിഗ്രിയും ആണ്. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. റിസൾട്ടന്റ് വെക്ടർ കാണാൻ എങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. റിസൾട്ടന്റ് വെക്ടർ, രണ്ട് വെക്ടറുകൾ ഇവയ്ക്കിടയിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ റിസൾട്ടന്റ് വെക്ടർ കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയായിരുന്നു? റിസൾട്ടന്റ് വെക്ടർ ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. ഇവിടെ രണ്ട് വെക്ടറുകളാണുള്ളത്. ഫസ്റ്റ് വെക്ടർ വി ആർ ആണ്. അപ്പൊ വി ആർ റൂട്ട് ഓഫ് എങ്ങനെ വരും? വി ആർ സ്ക്വയർ പ്ലസ് രണ്ടാമത്തെ വെക്ടർ ബിക്ക് പകരം വി എൽ മൈനസ് വി സി ഹോൾ സ്ക്വയർ ഇൻറ്റു 2 ഇൻറ്റു വി ആർ ഇൻറ്റു വി എൽ മൈനസ് വി സി ഇൻറ്റു കോസ് 90 ഡിഗ്രി എന്ന് വരും. ഇവിടെ കോസ് 90യുടെ വാല്യൂ 0 ആണ്. അതുകൊണ്ട് 2ab കോസ് തീറ്റ എന്നുള്ള ആ ടേം 0 ആയി പോവും. പിന്നെ എന്താണ് നമുക്ക് ലഭിക്കുന്നത്? റിസൾട്ടന്റ് വെക്ടർ, റിസൾട്ടന്റ് വോൾട്ടേജ് വി ഇസ് ഈക്വൽ ടു എങ്ങനെ കിട്ടും? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്ന ഫോമിലാണ് വരുന്നത്. 2ab കോസ് തീറ്റ എന്നുള്ളത് 0 ആയി പോയി. അപ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, എ സ്ക്വയർ എന്ന് പറയുന്നത് ഇവിടെ വി ആർ സ്ക്വയർ ആണ്, പ്ലസ് വി എൽ മൈനസ് വി സി എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ബി സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പൊ വി എൽ മൈനസ് വി സി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ റിസൾട്ടന്റ് വെക്ടർ ഇതാണ്. ഇതിന്റെ ഡയഗണൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പാർലോഗ്രാം ഓഫ് വെക്ടർ അഡീഷൻ ഒക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. എന്താണ്? അതിന്റെ ഡയഗണലിന്റെ ഡയറക്ഷനിലായിരിക്കും എന്ത് വരുന്നത്? റിസൾട്ടന്റ് വെക്ടർ എന്ന് പറയുന്നത്. അപ്പൊ വി എന്ന് പറയുന്ന വെക്ടറിന്റെ ഡയറക്ഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അതാണ് ഇ എം എഫിനെ സൂചിപ്പിക്കുന്നത്. അപ്പൊ കറണ്ടിനെ സൂചിപ്പിക്കുന്ന ഡയറക്ഷൻ ഇതാണ്. ഇ എം എഫിനെ സൂചിപ്പിക്കുന്ന റിസൾട്ടന്റ് വോൾട്ടേജിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇതായിരിക്കും. ഇനി നമുക്ക് ആ വിയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം റിസൾട്ടന്റ് വോൾട്ടേജ് വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വി ആർ സ്ക്വയർ പ്ലസ് വി എൽ മൈനസ് വി സി ഹോൾ സ്ക്വയർ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു. ഒരു പ്യുവർ റെസിസ്റ്റർ സർക്യൂട്ട് പറഞ്ഞായിരുന്നു, ഇൻഡക്ടർ സർക്യൂട്ട് പറഞ്ഞു, അതുപോലെ കപ്പാസിറ്റർ മാത്രമുള്ള ഒരു സർക്യൂട്ട് പറഞ്ഞിരുന്നു. ഫസ്റ്റ് കേസിൽ നമ്മൾ റെസിസ്റ്ററിന്റെ കേസിൽ റെസിസ്റ്റൻസ് ഓഫേർഡ് ഇൻ എ പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട്, ഒരു സർക്യൂട്ട് റെസിസ്റ്റർ മാത്രമുള്ള സർക്യൂട്ടിൽ ഓഫർ ചെയ്യപ്പെടുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കറണ്ട് ഇൻറ്റു ആർ ആയിരുന്നു. അതായത് വി ആറിന്റെ വാല്യൂ എത്രയാണ്? ഐ ഇൻറ്റു ആർ ആണ്. ഇനി ഇവിടെ നമ്മൾ പറഞ്ഞായിരുന്നു വി എൽ എന്ന് പറയുന്നത്, വി എൽ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിരുന്നത് പേര് ഐ ഇൻറ്റു എക്സ് എൽ എന്നായിരുന്നു നമ്മൾ പറഞ്ഞത്. എക്സ് എൽ അതായത് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് നമ്മൾ പറഞ്ഞു. ഐ ഇൻറ്റു എൽ ഒമേഗ എന്നാണ് നമ്മൾ ഇതിനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വി എൽ എന്നുള്ളതിന് പകരം നമുക്ക് കറണ്ട് ഇൻറ്റു എൽ ഒമേഗ എന്ന് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ വി എല്ലിന് പകരം ഐ ഇൻറ്റു എൽ ഒമേഗ എന്ന് വരും. ദെൻ വി സി, വി സി എന്ന് പറയുന്നത് എന്താണ്? ഐ ഇൻറ്റു എന്താണ്? 1/c ഒമേഗ, 1/ωc അല്ലെങ്കിൽ 1/c ഒമേഗ എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇതിനെ നമ്മൾ പറഞ്ഞിരുന്നു റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ കപ്പാസിറ്റർ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഈ 3 സബ്സ്റ്റിറ്റ്യൂഷൻസ് ഇത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞതാണ്. അവിടുന്ന് വന്നേക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടി ഒന്ന് കണ്ടതിന് ശേഷം മാത്രമേ ഇതിന് കൂടുതൽ വ്യക്തമാവുകയുള്ളൂ. അപ്പോൾ വി ആറിന് പകരം നമുക്ക് ഐ ആറിന് എഴുതാം. വി എല്ലിന് പകരം നമുക്ക് ഐ ഇൻറ്റു എൽ ഒമേഗ എന്ന് എഴുതാം. ദെൻ വി സിക്ക് പകരം ഐ ഇൻറ്റു 1/c ഒമേഗ അല്ലെങ്കിൽ ഒമേഗ സി എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ അങ്ങനെ എഴുതി കഴിയുമ്പോൾ ഈക്വേഷൻ ഇങ്ങനെ മാറും. വി ആർ സ്ക്വയർ എന്നുള്ളതിന് പകരം ഐ സ്ക്വയർ ആർ സ്ക്വയർ എന്ന് വരും. ഐ ആർ ഹോൾ സ്ക്വയർ, ഐ സ്ക്വയർ ആർ സ്ക്വയർ എന്ന് വരും. ദെൻ വി എൽ എന്നുള്ളതിന് പകരം നമുക്കിവിടെ എന്ത് എഴുതാം? ഐ ഇൻറ്റു ഒമേഗ എൽ എന്ന് എഴുതാം, അല്ലെങ്കിൽ ഐ ഇൻറ്റു എൽ ഒമേഗ എന്ന് എഴുതാം. ദെൻ ഇവിടെ വി സി എന്നുള്ളതിന് പകരം നമുക്ക് എന്ത് എഴുതാം? 1/ωc ഇൻറ്റു ഐ ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ I/ωc എന്ന് എഴുതാം. ഈ ഹോൾ സ്ക്വയർ ഉണ്ട്, ബ്രാക്കറ്റിന്റെ വെളിയിൽ ഒരു സ്ക്വയർ ചെയ്യുന്നുണ്ട്, ഹോൾ സ്ക്വയർ വന്നിരിക്കുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അടുത്ത സ്റ്റെപ്പിൽ ഈ ഐ സ്ക്വയർ എന്ന് പറയുന്ന ടേം ഈ 3ന്റെ അകത്തും വരുന്നുണ്ട്. ഐ സ്ക്വയറിനെ നമ്മൾ ഈ 3ൽ നിന്നും ഔട്ട് സൈഡിലേക്ക് എടുക്കുന്നു. ഐ സ്ക്വയർ ടേക്കിംഗ് ഐ സ്ക്വയർ ഔട്ട് സൈഡ് എന്ത് കിട്ടും? നമുക്ക് ഫസ്റ്റ് ടേമിൽ നിന്ന് ഐ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആർ സ്ക്വയർ എന്ന് കിട്ടും. സെക്കൻഡ് ടേമിൽ നിന്ന് ഇവിടെ ഐ സ്ക്വയർ പോയി കഴിഞ്ഞാൽ ഒമേഗ എൽ ഉണ്ട്. ഇവിടുന്ന് ഐ സ്ക്വയർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒമേഗ സി ഉണ്ട്. അപ്പോൾ ഈ 3 ടേമിൽ നിന്നും ഐ സ്ക്വയറിനെ നമ്മൾ ഔട്ട് സൈഡിലേക്ക് എടുക്കുകയാണ്. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഐ സ്ക്വയർ എന്നുള്ളതിനെ നമ്മൾ ഈ റൂട്ടിന് വെളിയിലേക്ക് എടുക്കുകയാണ്. റൂട്ടിന് വെളിയിൽ ഐ സ്ക്വയർ റൂട്ടിന് വെളിയിലേക്ക് വന്നു കഴിയുമ്പോൾ എന്തായി മാറും? ഐ ആയിട്ട് മാറും. അപ്പോൾ റൂട്ടിന് വെളിയിലേക്ക് ഐ സ്ക്വയർ എടുത്തു കഴിഞ്ഞപ്പോൾ എന്തായി? ഐ ഇൻറ്റു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് ഒമേഗ എൽ മൈനസ് 1/ωc ഹോൾ സ്ക്വയർ നമുക്ക് ലഭിച്ചു. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് ഡിവൈഡിങ് ബോത്ത് സൈഡ്സ് ബൈ ഐ. ഇക്വേഷന്റെ രണ്ട് സൈഡിൽ നമ്മൾ ഐ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് v/i എന്ന് കിട്ടും. അതുപോലെ റൈറ്റ് സൈഡിൽ I/i എന്ന് വരും. അത് ക്യാൻസൽ ആയി പോകും.
നമുക്ക് എന്ത് കിട്ടും? V/I is equal to root of r square plus omega L minus 1 by omega c whole square എന്ന് കിട്ടും. ഇനി V/I എന്നുള്ളതിനെ നമ്മൾ Z എന്നാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. V/I is equal to Z. Z is equal to നമുക്ക് ഇങ്ങനെ എഴുതാം, Z is equal to r square minus XL. XL എന്ന് പറയുന്നത് എന്താണ്? ഒമേഗ എൽ ആണ്. അതിനെ നമ്മൾ XL എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്തിരുന്നത്. അതുപോലെ 1 by omega c എന്നുള്ളതിനെ നമ്മൾ XC എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതെല്ലാം ഇൻഡക്ടർ കപ്പാസിറ്റർ സർക്യൂട്ടുകളിൽ നിന്ന് വന്നതാണ്. അത് ഒരിക്കൽ കൂടി ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് Z എന്ന് പറയുന്നത് അതിന് നമ്മൾ പറയുന്ന പേരാണ് ഇംപിഡൻസ് ഓഫ് LCR സർക്യൂട്ട്. LCR സർക്യൂട്ടിന്റെ ഇംപിഡൻസ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് r സ്ക്വയർ പ്ലസ് എന്താണ് ബ്രാക്കറ്റിൽ എന്താണ് XL മൈനസ് XC ഹോൾ സ്ക്വയർ. XL മൈനസ് XC ഹോൾ സ്ക്വയർ എന്നാണ് നമുക്ക് ലഭിക്കുന്നത്. ഇത് ഇംപിഡൻസ് എന്നാണ് അറിയുന്നത്. ഇനി എന്താണ് ഇംപിഡൻസ് എന്ന് നമുക്ക് പറയാം. ഇംപിഡൻസ് നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. LCR സർക്യൂട്ടിന്റെ ഇംപിഡൻസ് is defined as the effective opposition offered by the inductor, capacitor and resistor to the flow of AC. ഈ സർക്യൂട്ടിലൂടെയുള്ള AC കറണ്ടിന്റെ ഫ്ലോയെ ഒപ്പോസ് ചെയ്യുന്നു. 3 കാര്യങ്ങളാണ്. ഇൻഡക്ടർ ഓപ്പോസ് ചെയ്യുന്നുണ്ട്, കപ്പാസിറ്റർ ഓപ്പോസ് ചെയ്യുന്നുണ്ട്, റെസിസ്റ്ററോ. ഇവ 3ഉം കൂടി ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒരു സർക്യൂട്ടിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അതിന്റെ ഒപ്പോസിഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അത് റെസിസ്റ്ററിന്റെ കേസിലാണ് നമ്മൾ പറയുന്നത്. ഇവിടെ റെസിസ്റ്ററും അതിനെ ഒപ്പോസ് ചെയ്യുന്നുണ്ട്, ഇൻഡക്ടറും ഒപ്പോസ് ചെയ്യുന്നുണ്ട്, കപ്പാസിറ്ററും ഒപ്പോസ് ചെയ്യുന്നു. അപ്പോൾ LCR ഇവ 3ഉം എന്ത് ചെയ്യുന്നു? AC-യുടെ ഫ്ലോയെ ഒപ്പോസ് ചെയ്യുന്നു. അപ്പോൾ അവയുടെ 3ന്റെയും ഓപ്പോസിഷന്റെ ഫലമായിട്ടുണ്ടാകുന്ന ഒരു ഇഫക്റ്റീവ് ഓപ്പോസിഷൻ നമ്മൾ പറയുന്ന പേരാണ് ഇംപിഡൻസ് എന്ന് പറയുന്നത്. അപ്പം ഇംപിഡൻസ് ഓഫ് LCR സർക്യൂട്ട് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഇഫക്റ്റീവ് ഓപ്പോസിഷൻ offered by the inductor, capacitor and resistor to the flow of AC. അപ്പം സർക്യൂട്ടിലൂടെയുള്ള AC കറണ്ടിന്റെ ഫ്ലോയെ LCR എന്നീ 3 ഡിവൈസുകൾ ഒരുമിച്ച് ഒപ്പോസ് ചെയ്യുന്ന ആ ഇഫക്റ്റീവ് ഒപ്പോസിഷന് പറയുന്ന പേരാണ് ഇംപിഡൻസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് റെസൊണൻസ് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഇംപിഡൻസ് കിട്ടി. Z is equal to root of r square plus XL minus XC all square നമുക്ക് കിട്ടി. ഇനി ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ ഒമേഗ ആർ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ XL is equal to XC ആവുന്നു. XL-ഉം XC-യുടെയും വാല്യൂസ് ഈക്വൽ ആവുന്ന ഒരു കേസ് എന്ത് സംഭവിക്കും? ഇത് 0 ആയി പോകും. XL മൈനസ് XC എന്ന് പറയുന്നത് ഈക്വൽ ആയി കഴിഞ്ഞാൽ ഈ ടേം 0 ആയി പോകും. എന്ത് കിട്ടും? Z is equal to root of r square. Z is equal to root of r square which is equal to R. Z is impedance is equal to resistance എന്ന് കിട്ടും. അതായത് ഇംപിഡൻസിന്റെ മിനിമം വാല്യൂ. ഇംപിഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇഫക്റ്റീവ് ഓപ്പോസിഷൻ ആണ്. അത് മിനിമം ആവുന്ന കേസ്, റെസിസ്റ്ററിന്റെ മാത്രം ഒപ്പോസിഷൻ വരുന്ന കേസിൽ റെസിസ്റ്റർ അതായത് കപ്പാസിറ്ററിന്റെയും ഇൻഡക്ടറിന്റെയും റെസിസ്റ്റൻസ് ഈക്വൽ ആയി അത് 0 ആയി പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒപ്പോസ് ചെയ്യുന്നത് റെസിസ്റ്ററിന്റെ റെസിസ്റ്റൻസ് മാത്രമായിരിക്കും. അപ്പോൾ ഇംപിഡൻസ് എന്തായി മാറും? റെസിസ്റ്ററിന്റെ അല്ലെങ്കിൽ റെസിസ്റ്റൻസിന് ഈക്വൽ ആയി മാറും. അതാണ് ഇംപിഡൻസിന് കിട്ടാവുന്ന മിനിമം വാല്യൂ ഈ ഫ്രീക്വൻസിക്ക്. അപ്പോൾ ഈ ഇംപിഡൻസ് മിനിമം ആവുന്ന ഫ്രീക്വൻസിക്ക് നമ്മൾ പറയുന്ന പേരാണ് റെസൊണൻസ് ഫ്രീക്വൻസി. അല്ലെങ്കിൽ ഇൻഡക്ടറിന്റെയും കപ്പാസിറ്ററിന്റെയും ഓപ്പോസിഷൻ എന്തായി മാറുന്നു? ഈക്വൽ ആകുന്ന ആ കണ്ടീഷന് നമ്മൾ പറയുന്ന പേരാണ് റെസൊണൻസ് ഫ്രീക്വൻസി. റെസൊണൻസ് ഫ്രീക്വൻസിയിൽ ഇംപിഡൻസ് മിനിമം ആയിരിക്കും. ഈ ഫ്രീക്വൻസിയാണ് എന്താണ്? റെസൊണന്റ് ഫ്രീക്വൻസി എന്ന് അറിയപ്പെടുന്നത്. ഇനി അറ്റ് റെസൊണൻസിൽ നമ്മൾ പറഞ്ഞു XL is equal to XC ആയിരിക്കുന്നു. XL is equal to XC ആണ്. XL എന്ന് പറയുന്നത് L ഒമേഗയാണ് നമുക്കറിയാം. XC എന്ന് പറയുന്നത് 1 by C ഒമേഗയാണെന്ന് പറയാം. ഇനി ഈ ഒമേഗയെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റുകയും എല്ലിനെ റൈറ്റ് സൈഡിലേക്ക് മാറ്റുകയും ചെയ്താൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ഒമേഗ സ്ക്വയർ is equal to 1 by LC എന്ന് കിട്ടും. ഒമേഗ സ്ക്വയർ, ഒമേഗ ഇൻറ്റു ഒമേഗ, ഒമേഗ സ്ക്വയർ എന്ന് കിട്ടും. L താഴേക്ക് വന്നു. അപ്പോൾ എന്ത് കിട്ടും? 1 by LC. ഒമേഗ സ്ക്വയർ is equal to 1 by LC എന്ന് കിട്ടും. അല്ലെങ്കിൽ ഒമേഗ is equal to root of എന്താ LC എന്ന് കിട്ടും. ഒമേഗ is equal to 1 by root of LC എന്ന് കിട്ടും. ഇനി നമുക്കറിയാം 2πf ഒമേഗ എന്ന് പറയുന്നത് ആംഗുലർ ഫ്രീക്വൻസി ആണ്. ഒമേഗയും ഒമേഗ is equal to 2πf എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒമേഗ is equal to 2πf എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്കിങ്ങനെ കിട്ടും 2πf is equal to 1 by root of LC. 2πf is equal to 1 by root of LC or f is equal to 2π കൂടെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് മാറ്റി കഴിഞ്ഞാൽ f is equal to 1 divided by 2π into root LC എന്ന് കിട്ടും. f is equal to 1 divided by 2π into LC എന്ന് നമുക്ക് ലഭിക്കും. ഇനി ഇതാണ് നമ്മൾ പറയുന്ന റെസൊണന്റ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ.
റെസൊണൻസ് ഫ്രീക്വൻസി ഒമേഗ ആർ ഇസ് ഈക്വൽ ടു, രണ്ട് രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. ആംഗുലർ ഫ്രീക്വൻസിയുടെ ടേമിലും അല്ലാതെയും നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ആംഗുലർ ഫ്രീക്വൻസിയുടെ ടേമിലാണെങ്കിൽ 1/√LC എന്ന് കിട്ടും. അല്ലെങ്കിൽ ഫ്രീക്വൻസി റെസൊണൻസ് ഫ്രീക്വൻസി ഇസ് ഈക്വൽ ടു 1/2π into √LC എന്ന് കിട്ടും. ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ റെസൊണൻസ് ഫ്രീക്വൻസി. അപ്പോൾ ഈ ടോപ്പിക്ക് ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. നമ്മൾ ഇത് പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഭാഗവുമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, അതുപോലെ തന്നെ അല്പം പ്രയാസമുള്ളതുമായ ഒരു ഭാഗമാണ്. കൂടുതൽ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനിലേക്ക് കടക്കാതെ വളരെ സിമ്പിൾ ആയിട്ടാണ് ഈ ഭാഗം അവതരിപ്പിച്ചിരിക്കുന്നത്. എക്സാമിന് ക്വസ്റ്റ്യൻ വന്നാൽ മാർക്ക് നഷ്ടപ്പെടാതെ ആൻസർ ചെയ്യാവുന്ന വിധം പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ കവർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളും എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്ന ഭാഗങ്ങളും മാത്രം കവർ ചെയ്ത് വളരെ സിമ്പിൾ ആയിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ഇക്വേഷൻസ് എല്ലാം ഒന്ന് എഴുതി നോക്കുക. അതിനുശേഷം ഒരിക്കൽ കൂടി വീഡിയോ കണ്ട് ഈ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്